Hey RC lovers, welcome to the RC Hub. Okay, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫോർഡിൻ്റെ ബ്രോങ്കോ ആയിട്ടാണ് 1:16 സ്കെയിൽ വരുന്ന HB ടോയ്സിൻ്റെ ഫോർഡ് ബ്രോങ്കോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഭയങ്കര കിടിലോസ്കി ക്രോളറൊന്നുമല്ല, എന്നാലും ഒരു അടിപൊളി ആവറേജ് ക്രോളറാണിത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ആദ്യം നോക്കേണ്ടി. ഫസ്റ്റ് നമ്മൾ ബോക്സ് തുറക്കുകയാണെങ്കിൽ അടിപൊളി നല്ല പാക്കേജിങ് കേട്ടോ, കിടിലോസ്കി പാക്കേജിങ്ങിലാണ് സാധനം വരുന്നത്. അങ്ങനെ പൊളിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ തുറക്കണം. വാ, എന്താ സ്കെയിൽ മോഡൽ അറിയാം, പക്ക സ്കെയിൽ മോഡൽ സാധനം കേട്ടോ. 1:16 സ്കെയിൽ വരുന്ന ഒരു അടിപൊളി സാധനം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളെ വണ്ടിയാണ് കിട്ടുന്നത്. ഇതങ്ങോട്ട് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് എടുത്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ കൺട്രോളർ വരുന്നുണ്ട്, പിന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ഈ യൂസർ മാനുവൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്. നമ്മളെ വണ്ടി മേലൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്. ഈ യൂസർ മാനുവൽ ഞാൻ മുന്നേ കണ്ട യൂസർ മാനുവൽ പോലെയല്ല, ഇതിന് ഫുള്ള് കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവരി നെറ്റ് ആൻഡ് ബോൾട്ടിൻ്റെ ഡീറ്റെയിൽസ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂസർ മാനുവലാണ്. സാധാരണ നമുക്ക് യൂസർ മാനുവൽ നമ്മൾക്ക് എന്താ പറയുക, വായിച്ചിട്ട് ഒഴിവാക്കി കളയാം. പക്ഷേ ഈ സാധനം ഒഴിവാക്കി കളയാൻ പറ്റില്ല, കാരണം ഈ വണ്ടീൻ്റെ അകത്തുള്ള എല്ലാ നെറ്റ് ആൻഡ് ബോൾട്ടും അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് എന്തെല്ലാം വരുന്നുണ്ട്, ഷോക്ക് എങ്ങനെ മാറ്റുക, എങ്ങനെ അത് സർവീസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഇത് വരുന്നത് IP65 വാട്ടർ റെസിസ്റ്റൻറ്റോട് കൂടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ പക്ക പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, പക്ഷേ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഇതിൻ്റെ സ്കെയിൽ ലുക്ക് ഉണ്ടല്ലോ, നോക്കിയേ എന്താ സ്കെയിൽ ലുക്ക്, അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്കെയിൽ ലുക്കാണ്. ഷോക്ക് അബ്സോർബ്സൊക്കെ നോക്കിയാൽ അടിപൊളി സാധനം, ഭയങ്കര അടിപൊളി ഷോക്ക് കാര്യങ്ങളൊക്കെ. ബാക്കിലൊരു ടയർ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കിഡിലൻ, ഒരു പക്ക ബ്രോങ്കോ തന്നെ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാറ്ററി വെക്കുന്നത് സാധാരണ നമ്മൾ ഹോബി ഗ്രേഡ് പോലെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാട്ടോ ബാറ്ററി വെക്കുന്നത്. ബോഡി ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇവിടെയാണ് ബാറ്ററി വെക്കുന്നത്. സോ മച്ചാമാരെ, ഇതാട്ടോ നമ്മുടെ സാധനം. എന്താ ലുക്ക് നോക്കി, ലൈറ്റിങ് ആട്ടോ പൊളി. ലൈറ്റിങ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കൊണ്ടൊരു മാലപ്പടക്കാണ് ഫ്രണ്ടിൽ. ഓക്കെ, ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ആ ഫ്രണ്ടിലാട്ടോ. ഇവിടെ ഈ ബോണറ്റ് ഓപ്പൺ ചെയ്താലാണ് ഇവിടെയാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. സാധനം ഒരു പക്ക എന്താ പറയുക, സ്കെയിൽ ലുക്കിൽ ഒന്നും പറയില്ല, അത്ര പക്ക സ്കെയിൽ ലുക്ക്. ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താ മോഡൽ നോക്കിക്കേ, ഒറിജിനൽ ബ്രോങ്കോ മാറി നിൽക്കും. അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മൈന്യൂട്ടുള്ള ഡീറ്റെയിൽ വരെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്രൗളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളതാണ്. സോ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ പറയാനുള്ള ഇതിൻ്റെ ലൈറ്റിംഗ് കേട്ടോ, നമ്മൾ ഒരു വട്ടം പറഞ്ഞ കാര്യമാണ്. കണ്ടോ, ഇതിലിപ്പോൾ ബാർ ലൈറ്റ് വരുന്നുണ്ട്, ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പല രൂപത്തിൽ നമുക്ക് കത്തിക്കാൻ പറ്റും. കണ്ടോ, അടിപൊളിയായിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ മിന്നിച്ചാണ്ട് കത്തിക്കുക. കണ്ടോ, പല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൻ്റെ എന്താ പറയുക ലൈറ്റിങ്ങിൽ. ഒക്കെ നല്ലൊരു അടിപൊളി സാധനമാണ്. സോ എന്താ പറയുക, ഈ ഒരു സാധനത്തിൻ്റെ ക്രൗളിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് വണ്ടികളുണ്ട്, അതിൻ്റെയൊക്കെ ക്രൗളിംഗ് വീഡിയോ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൂടി കിട്ടേക്ക്. ഓക്കെ, സോ ബൈ.